നമസ്കാരം. ആകാശത്തുനിന്ന് ഉൽക്കകൾ പോലെ രണ്ടുപേർ താഴേക്ക് പതിക്കുക. ആ രണ്ടുപേരുടെയും വീഴ്ച പൊടിപടലങ്ങളുടേതായ മേഘങ്ങൾ ഉണ്ടാക്കുക. ആ പൊടിപടലങ്ങളൊക്കെ അടങ്ങുമ്പോൾ ആ രണ്ടു പേർക്കും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് കാണുക. അത്ഭുതം അതല്ലാതെ മറ്റൊന്നും പറയാനില്ല. ബുഷിഡോ വാരിയേഴ്സ് ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും ധൈര്യമുള്ളവർ തന്നെയാണ്. പക്ഷെ ഈ കാഴ്ച അവരെയും ലേശൊന്ന് അമ്പരപ്പിക്കുകയും അതേപോലെ ഭയപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. അവർ നിൽക്കുന്ന തറ ആ രണ്ടു പേരും താഴേക്ക് ചാടിയ നിമിഷത്തിൽ ഒന്ന് കുലുങ്ങിയതാണ്. ആ കുലുക്കമുണ്ടാക്കിയ ഭീതിയും ഇതുവരെ മാറിയിട്ടില്ല. ആ രണ്ടു പേരിൽ ഒരാളുടെ പുറത്ത് പൊടിയേയില്ല. ആ ഒരു ചിന്ത പോലും കൂടുതൽ ഭയമുണ്ടാക്കുന്നതാണ്. പെട്ടെന്നാണ് ആ രണ്ടാമന്റെ മുഖത്തേക്ക് ആ ഭടന്മാർ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുന്നത്. ഇച്ചൂരിയാണ് ആദ്യം അത് മനസ്സിലാക്കിയത്. ലവി, നീ ഇങ്ങനെ, ആ വാചകം പൂർത്തിയാക്കാൻ പോലും ഇഷൂരിക്ക് പറ്റുന്നില്ല. ഇഷൂരി ആ കാഴ്ച വിശ്വസിക്കാനാവാതെ അന്തം വിട്ട് നിൽക്കുകയാണ്. ലെവി എന്ന പേര് യാമമോട്ടയും അത്ഭുതപ്പെടുത്തുകയാണ്. ഇപ്പോ യാമമോട്ടയ്ക്കും കാണാം സാക്ഷാൽ ലെവി ഗാരിസനാണ് അയാളുടെ മുന്നിൽ നിൽക്കുന്നത്. ലെവി ഗാരിസൺ, നീ എങ്ങനെ ഇവിടെ എത്തി? നീ മരിച്ചില്ലേ? യാമമോട്ടയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചയാണ് അയാളുടെ കൺമുമ്പിൽ കാണുന്നത്. യാമമോട്ടയ്ക്ക് മാത്രമല്ല, ആ കെട്ടിടത്തിന് ചുറ്റുമുള്ള ബുഷിഡോ പോരാളികൾക്കൊക്കെയും വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ച തന്നെയാണ് അവർ കണ്ടിരിക്കുന്നത്. 5 കൊല്ലങ്ങൾക്ക് മുമ്പ് റായ്സോണിയെ നാണം കെടുത്തിയ വ്യക്തിയാണ് സാക്ഷാൽ ലെവി ഗാരിസൺ. റായ്സോണിയിലെ 30,000-ഓളം ഭടന്മാരെ ഒറ്റയ്ക്ക് നേരിട്ട ലെവി ഗാരിസൺ അവിടെ നിന്ന് മടങ്ങിയ കാഴ്ച ശരിക്കും റായ്സോണിക്കാരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റായ ടെനിച്ചി വാൻഡ്ബയുടെ സഹായത്താൽ 18 രാജ്യങ്ങളെയും റായ്സോണിയെ ഒന്നിപ്പിക്കുന്നത്. ആ 18 രാജ്യങ്ങൾ കൂടി എറൂഡിയെ ആക്രമിച്ചതും അതിന്റെ ഫലമായിട്ടാണ്. റായ്സോണിയിൽ ലെവി ഗാരിസൺ വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് പകരം ചോദിക്കാനായി എറൂഡിയെ ആക്രമിച്ച 18 അംഗ സൈന്യത്തിന് നേതൃത്വം കൊടുത്തത് റായ്സോണിയും ടെനിച്ചി വാൻഡ്ബയുമായിരുന്നു. പക്ഷേ ലെവി ഗാരിസണും അയാളുടെ അയൺ ബ്രിഗേഡും ചേർന്ന് ആ 18 രാജ്യങ്ങളുടെ സംയുക്ത സൈന്യത്തെ പരാജയപ്പെടുത്തിയിരുന്നു. ഒരു തോൽവിയുടെ പുറത്ത് മറ്റൊരു തോൽവി കൂടി. അടുപ്പിച്ച് 2 തോൽവികളാണ് റായ്സോണിക്കാർക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ റായ്സോണിക്കാർക്ക് മറക്കാനാകാത്ത മുഖമാണ് ലെവി ഗാരിസന്റേത്. സകല റായ്സോണിയും പടയാളികളുടെ മനസ്സിലേക്ക് കൊത്തിവെച്ചിരിക്കുന്നതാണ് ലെവി ഗാരിസന്റെ ചിത്രം. ലെവി ഗാരിസനോടുള്ള എതിർപ്പ്, വെറുപ്പ് അവിടെ മനസ്സിലേക്ക്, അവിടെ ശരീരത്തിലേക്ക്, അവിടെ രക്തത്തിലേക്ക് കൊത്തിവെച്ചുകൊണ്ടാണ് അവിടെ പ്രാക്ടീസ് നടക്കുന്നത്, മാർഷൽ ആർട്സിലെ പ്രാക്ടീസ്. അതുകൊണ്ട് തന്നെ ലെവി ഗാരിസനെ വകവരുത്തുക എന്നുള്ളത് റായ്സോണിയിലെ മുഴുവൻ ഭടന്മാരും എടുത്തിരിക്കുന്ന പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് എല്ലാ ദിവസവും അവിടെ പ്രാക്ടീസ് ആരംഭിക്കുന്നത് തന്നെ. അവരുടെ മനസ്സിൽ കൊത്തിവെക്കപ്പെട്ട ആ ലെവി ഗാരിസൺ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആകസ്മികമായി കൊല്ലപ്പെട്ടത്, ഹാർബിഞ്ചർ ഓഫ് ഡെത്തിന്റെ കയ്യാൽ. ആ വാർത്ത റായ്സോണിയിൽ ഉണ്ടാക്കിയ ഇളക്കം ഇതുവരെയും മാറിയിട്ടില്ല. സകല കുഞ്ഞുങ്ങളുടെ മനസ്സിലും അമ്മമാർ ലെവി ഗാരിസനോടുള്ള വെറുപ്പ് പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ലെവി ഗാരിസന്റെ മരണം റായ്സോണിക്കാരെ ഒരുപാട് സന്തോഷിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസം റായ്സോണിയിലെ മുഴുവൻ ആളുകളും ഉത്സവം പോലെ ആഘോഷിച്ചതാണ്. ആ ലെവി ഗാരിസനെ തന്ത്രപരമായി കൊന്നത് ടെനിച്ചി വാൻഡ്ബെ എന്ന അവരുടെ മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റും പിന്നെ യാമമോട്ടോയും അതുപോലെ മിറ്റ്സോ ഇഷിയും ചേർന്നിട്ടാണ്. ആ 3 പേരും ഒരുക്കിയ തന്ത്രത്തിന്റെ ഫലമായിട്ടാണ് ലെവി ഗാരിസൺ കൊല്ലപ്പെട്ടത്. 1.5 കൊല്ലം ലെവി ഗാരിസനെ എറൂഡിയുടെ അതിർത്തിയിൽ തളച്ചിട്ട ബ്ലഡ് കിങ് പാലസ് എന്ന ഭീകര സംഘടന പിന്നിൽ ഇവർ 3 ഉണ്ടായിരുന്നു. അതിനുശേഷം ലെവി ഗാരിസനെ എറൂഡിയിൽ നിന്ന് പുറത്താക്കുന്നവരെയുള്ള എല്ലാ പരിപാടികളുടെ പിന്നിലും അവർ തന്നെയായിരുന്നു. എറൂഡിക്ക് പുറത്തെത്തിയ ലെവി ഗാരിസനെ ഹാർബിഞ്ചർ ഓഫ് ഡെത്തിന് ഉപയോഗിച്ച് കൊന്നതിന്റെ പിന്നിലും അവരാണ്. ഈ കാര്യങ്ങളൊക്കെ റായ്സോണിയിലെ സകല ഭടന്മാർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ടെനിച്ചി വാൻഡ്ബയും യാമമോട്ടയും
ഈശ്വരയും റായ്സോണിയിലെ ബുഷിഡോ പോരാളികൾക്ക് അവരുടെ ജീവനേക്കാൾ വിലപ്പെട്ട ആളുകളാണ്. ജീവൻ കൊടുത്തും അവരെ മൂവരെയും ബുഷിഡോ പോരാളികൾ സംരക്ഷിക്കും. അതാണ് അവരുടെ ജീവിത ലക്ഷ്യം തന്നെ. പക്ഷേ അവർ എന്തിനെക്കുറിച്ച് ആലോചിച്ചാണോ സന്തോഷിച്ചിരുന്നത്, ആ കാര്യം തെറ്റാണെന്നാണ് യാമമോട്ടയുടെയും ഈശ്വരുടെയും വായിൽ നിന്ന വാക്കുകൾ വിളിച്ചു പറയുന്നത്. അവരുടെ മുമ്പിൽ കാണുന്ന വ്യക്തി ലെവി ഗാരിസനാണ്. ലെവി ഗാരിസൺ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ബുഷിഡോ പോരാളികൾ. ആ ബുഷിഡോ പോരാളികളുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി ലെവി ഗാരിസനാണെന്ന് കണ്ടപ്പോൾ വല്ലാത്തൊരു ഭയവും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ എതിരാനുള്ള ഒരു ആവേശവും ആ ഭടന്മാർക്ക് ഒന്നാകെ ഉണ്ടാകുകയാണ്. ആ ചിന്ത ഭടന്മാരുടെ മനസ്സിലേക്ക് വന്നതും അവർ ആ ശബ്ദം ഉറക്കെ കേട്ടു. ലെവി ഗാരിസന്റെ ശബ്ദം. ലെവി ഗാരിസൺ നോർത്തേൺ ഹെവൻലി കിങ്ങിനോട് പറഞ്ഞ വാചകമാണ് അവർ കേട്ടത്. നോർത്തേൺ ഹെവൻലി കിങ്ങിന്റെ യുദ്ധപാടവം നമ്മൾ കാണുന്നത് ആ നിമിഷത്തിലാണ്. യാമമോട്ടയെയും ഈശ്വരയെയും സംരക്ഷിക്കാനായി ആ കൊട്ടാരത്തിന് ചുറ്റുമായി കൂടിയിരിക്കുന്ന ആളുകൾ 1000-ഓളം പേരാണ്. അവരിൽ പലരും ഗോഡ് ലെവൽ പോരാളികളാണ്. നോർത്തേൺ ഹെവൻലി കിങ് അവർക്ക് നേരെ തിരിഞ്ഞു. അവർക്ക് നേരെ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിന്റെ വേഗതയിൽ നോർത്തേൺ ഹെവൻലി കിങ് അവർക്ക് നേരെ പാഞ്ഞടിക്കുകയാണ് ഉണ്ടായത്. നോർത്തേൺ ഹെവൻലി കിങ്ങിന്റെ കൈയുടെ വേഗത വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മിന്നലിനേക്കാൾ വേഗതയിൽ നോർത്തേൺ ഹെവൻലി കിങ്ങിന്റെ കൈകൾ ആളുകളുടെ പുറത്തൂടെ കയറി ഇറങ്ങുകയാണ്. ഓരോ പഞ്ചിനും ടൺ കണക്കിന് ഭാരമുള്ള കൂടം കൊണ്ട് ഒരാളെ അടിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഇഫക്റ്റ് ആണ് ഉള്ളത്. ഓരോ ഇടിയും ആളുകളുടെ പുറത്ത് വീഴുമ്പോൾ ആ ആള് നിന്ന സ്ഥലത്ത് ശൂന്യത അവശേഷിപ്പിച്ചുകൊണ്ട് കഷ്ടമായി തെറിക്കുകയാണ്. നോർത്തേൺ ഹെവൻലി കിങ് ഒരു ചെററാണെന്ന് ആ ബുഷിഡോ പോരാളികൾക്ക് മനസ്സിലാകുമ്പോഴേക്കും നോർത്തേൺ ഹെവൻലി കിങ്ങിന്റെ കൈകൾ അനവധി ആളുകളെ കൊന്നു കഴിഞ്ഞിരുന്നു. ഇതേ സമയത്ത് അൾട്ടിമേറ്റ് വാരിയേഴ്സായ ഇഷിരോയും അതേപോലെ യാമമോട്ടയും ലെവിയുമായി കോർക്കുകയാണ്. ലെവി ഗാരിസൺ, നീ മരണത്തിൽ നിന്ന് മടങ്ങി വന്നുവെങ്കിലും ഇനി നിനക്ക് റായ്സോണിൽ നിന്ന് പുറത്തു പോകാനാവില്ല. അതും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഉറയിൽ നിന്ന് വാളും വലിച്ചൂരി ലെവി ഗാരിസന് നേരെ പാഞ്ഞടുക്കുകയാണ്. ആ വാളുകൾ ശരിക്കും വെട്ടിത്തിളങ്ങുന്നുണ്ട്. രണ്ട് ഭാഗത്തു നിന്നായി അവർ ലെവിയെ സമീപിക്കുകയാണ്. ലെവി ഗാരിസനെ ആ നിമിഷം അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ആ രണ്ടുപേർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ലെവിയെ ലക്ഷ്യമിട്ടുകൊണ്ട് രണ്ടുപേരും ആകാശത്തിലേക്ക് കുതിക്കുകയാണ്. ഊരിപ്പിടിച്ച വാളുമായി ലെവിക്ക് നേരെ കുതിച്ച് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലെവി ഗാരിസൺ നിശ്ചലരായി നിൽക്കുകയാണ്. ആകാശത്തിലേക്ക് ഉയർന്ന അവരുടെ വാളുകൾ ലെവിയുടെ ശരീരം ലക്ഷ്യമാക്കിക്കൊണ്ട് ആഞ്ഞു വെട്ടുകയാണ്. ഇടത് ഷോൾഡറിലും വലത് ഷോൾഡറിലും. ആ ഒറ്റ വെട്ടിൽ തന്നെ ലെവി ഗാരിസൺ കൊല്ലപ്പെടും. അക്കാര്യത്തിൽ അവർക്ക് രണ്ടുപേർക്ക് സംശയം ഉണ്ടായിരുന്നില്ല. ലെവിയുടെ റൈറ്റ് ഷോൾഡറിലും ലെഫ്റ്റ് ഷോൾഡറിലും അവരുടെ വാളുകൾ പതിച്ച നിമിഷത്തിൽ പെട്ടെന്ന് ആ രണ്ടു പേരും ഞെട്ടിത്തരിച്ചു പോവുകയാണ്. ലെവിയുടെ ഷോൾഡറിൽ പതിഞ്ഞ ആ രണ്ട് വാളുകളും രണ്ടായി ഒടിയുകയാണ്. കാലങ്ങളായി അഭിമാനപൂർവ്വം അവർ കൊണ്ടു നടന്നതാണ് ആ വാളുകൾ. അനവധി ശത്രുക്കളുടെ തലയെറുത്ത ആ വാളുകൾ ലെവി ഗാരിസന്റെ ശരീരത്തിൽ തട്ടിയിട്ട് ഒരു പോറല് പോലും ഏൽപ്പിച്ചില്ല എന്ന് മാത്രവുമല്ല, ആ വാളുകൾ രണ്ടായി ഒടിയുകയും ചെയ്തിരിക്കുന്നു. അതിശക്തമായ ഏതോ ലോഹത്തിൽ ആ വാളുകൾ തട്ടി പോലുള്ള ഒരു ശബ്ദമാണ് അവർ കേട്ടത്. ലെവി ഗാരിസൺ ഹെവനിലെ ഇംപീരിയൽ ഫാമിലിയിലെ ജാനബ് ഗാരിസൺ സമ്മാനമായി നൽകിയ ആ ആർമറും അണിഞ്ഞാണ് ലെവി ഗാരിസൺ അവിടെ നിന്നിരുന്നത്. യാമമോട്ടയുടെയും ഇഷിയുടെയും വാളുകൾ ആ ആർമറിൽ തട്ടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കാണുക എന്നുള്ളത് ലെവിയുടെ ലക്ഷ്യമായിരുന്നു. ആ വാളുകൾ ലെവി ഗാരിസന്റെ ശരീരത്തിൽ സ്പർശിച്ചതും അത് കഷ്ടമായി ഒടിഞ്ഞു മാറിയത് പുഞ്ചിരിയോട് കൂടിയാണ് ലെവി കണ്ടത്. ലെവിയുടെ മുഖത്ത് പുഞ്ചിരിയാണെങ്കിലും മുന്നിൽ നിൽക്കുന്ന യാമമോട്ടയുടെയും അതുപോലെ ഇഷിയുടെയും മുഖത്ത് വല്ലാത്തൊരു ഭയം കാണുകയാണ്. രണ്ടുപേരും അവരവരുടെ കയ്യിലെ ഒടിഞ്ഞ വാളിലേക്കാണ് നോക്കുന്നത്. ഒടിഞ്ഞുപോയ വാളിലേക്ക് നോക്കിയിട്ട് യാമമോട്ട പറഞ്ഞു, ലെവി, നീ എത്ര ശക്തനാണെങ്കിലും നിനക്ക് ഈ റായ്സോണിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. പക്ഷേ ആ യാമമോട്ടയ്ക്ക് അത്രേ പറയാൻ പറ്റിയുള്ളൂ. ആ നിമിഷത്തിൽ ലെവി ഗാരിസന്റെ കൈ യാമമോട്ടയുടെ കഴുത്തിൽ പിടിമുറുക്കിയിരുന്നു. മറുകൈ ഇഷിയുടെ കഴുത്തിലാണ്. രണ്ടുപേരുടെയും കഴുത്തിൽ ബലമായി പിടിച്ച ലെവി ഗാരിസൺ അത് തറയിൽ ഇങ്ങനെ പൊക്കുകയാണ്.
രണ്ട് അൾട്ടിമേറ്റ് ക്ലാസ് വാരിയേഴ്സിനെ ഇരു കൈയിലുമായി കഴുത്തിൽ പിടിച്ച് ലെവി ഗാരിസൺ പൊക്കി നിർത്തിയിരിക്കുകയാണ്. ലെവി അവരോട് പറഞ്ഞു, പക്ഷേ ആ കാഴ്ച കാണാൻ നിങ്ങൾ ഉണ്ടാവില്ലല്ലോ. അത് പറഞ്ഞ് ലെവി ഒറ്റ ഇടിയാണ്. യാമമോട്ടയ്ക്കോ ഇഷിനയ്ക്കോ എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പേ ആ രണ്ടുപേരുടെയും തല ആ സ്പോട്ടിൽ തന്നെ കഷ്ണം കഷ്ണമായി ചിതറിത്തെറിക്കുകയാണ്. അൾട്ടിമേറ്റ് ക്ലാസ്സിലുള്ള രണ്ട് വാരിയേഴ്സിനെ കഴുത്തിൽ പിടിച്ച് ലെവി ഗാരിസൺ ഇടിച്ചു കൊന്നിരിക്കുന്നു. ഇതേ സമയത്ത് നോർത്തേൺ ഹെവൻലി കിങ്ങിനെ എതിരിട്ട ഒരാൾ പോലും ഇപ്പോ എണീറ്റ് നിൽക്കുന്നില്ല. സകലരും കൊല്ലപ്പെട്ടിരിക്കുന്നു. നോർത്തേൺ ഹെവൻലി കിങ്ങിന്റെ വേഗത ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. സെക്കൻഡുകൾ മതി അയാൾക്ക് അനവധി ആളുകളെ കൊല്ലാൻ. നോർത്തേൺ ഹെവൻലി കിങ് ലെവി ഗാരിസണോടായി പറഞ്ഞു, ഇവന്മാരെ ആ ടെനിച്ചി വാൻഡബെ ചാവേറാക്കിയതാണ്. അയാൾക്ക് സമയം കിട്ടാൻ വേണ്ടി അയാൾ ഉണ്ടാക്കിയ കളിയായത്. ലെവി ചുറ്റുമൊന്ന് നോക്കിയിട്ട് നോർത്തേൺ ഹെവൻലി കിങ്ങിനോട് പറഞ്ഞു, അതെ എനിക്കും അങ്ങനെയാ തോന്നുന്നത്. പക്ഷെ അവൻ എവിടെ വിളിച്ചാലും നമുക്ക് അവനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ലെവി ഗാരിസണും നോർത്തേൺ ഹെവൻലി കിങ്ങും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ കുറച്ചു മാറി ഒരു പട്ടാള ക്യാമ്പ്, ടെനിച്ചി വാൻഡബെ എന്ന മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റിന്റെ ക്യാമ്പാണ്. വിശാലമായ ഒരു കോമ്പൗണ്ടാണ്. ട്രെയിനിങ് ഗ്രൗണ്ടും ആയുധങ്ങളൊക്കെയുള്ള ഒരു വിശാലമായ പട്ടാള ക്യാമ്പ് തന്നെയാണ്. 5000-ഓളം ഭടന്മാർ എപ്പോഴും ആ ക്യാമ്പിലുണ്ടാകും. ആ ക്യാമ്പിലെ കൊട്ടാര സദസ്യമായ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിലാണ് ടെനിച്ചി വാൻഡബെ താമസിക്കുന്നത്. ടെനിച്ചി വാൻഡബെയും കാവസക്കി സാൻഡയും മറ്റ് 6 അൾട്ടിമേറ്റ് ക്ലാസ് വാരിയേഴ്സും അതിനകത്തുണ്ട്. അവരോടൊപ്പം ഒരുപാട് ഗോൾഡ് ക്ലാസ് വാരിയേഴ്സ്. അവർ ഒരു വലിയ ഹാളിന് ചുറ്റുമായി നിൽക്കുകയാണ്. കലാമിറ്റി ടെനിച്ചി വാൻഡബെയെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ടെനിച്ചി വാൻഡബെക്ക് അറിയാം. ഏത് നിമിഷത്തിലും അവരവിടെ എത്തും. ടെനിച്ചി വാൻഡബെയും യാമമോട്ടയും അതുപോലെ ഇഷിനുയും റായ്സോണിയിൽ ലെവിയെ കൊല്ലാൻ പങ്കെടുത്തതിൽ ബാലൻസ് ഉള്ള ആളുകളാണ്. അയാളുടെ സുഹൃത്തു കൂടിയായ സാംസൺ ഫിജിനെയും സഹകാരികളായ അൾട്ടിമേറ്റ് ക്ലാസ് വാരിയേഴ്സിനെയും കണക്ട് ചെയ്യാനോട്ട് പറ്റുന്നുമില്ല. പല ദിവസങ്ങളായി ടെനിച്ചി വാൻഡബെ സാംസൺ ഫിജിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്നതേയില്ല. യാമമോട്ടയും ഇഷിനെയും അനവധി ബുഷിഡോ പോരാളികളുമായി കലാമിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാര്യവും ടെനിച്ചി വാൻഡബെക്ക് അറിയാം. എവിടെയായിരിക്കും കലാമിറ്റിക്കാർ ആദ്യം എത്തുക? അക്കാര്യം കൃത്യമായി ടെനിച്ചിക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല. ശരിക്കും വലിയ സ്ട്രാറ്റജിസ്റ്റ് ആണെങ്കിലും ആ പ്രവചനം നടത്താനുള്ള സ്ട്രാറ്റജി ഒന്നും തൽക്കാലം ടെനിച്ചിയുടെ കയ്യിലില്ല. ടെനിച്ചിയുടെ ഈ കാവസാക്കി ചോദിച്ചു, ഇത്രയും ഭയത്തിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ സംഘടിച്ചത് അറിഞ്ഞിട്ട് അവർ ഇനി വന്നില്ലെങ്കിലോ? അല്ല അവർ വരും, അതെനിക്ക് ഉറപ്പാണ്. ലെവി ഗാരിസനെ കൊല്ലാനായി ഞങ്ങൾ ഉണ്ടാക്കിയ ടീമിലെ ആരും മോശമൊന്നും ആയിരുന്നില്ല. അവരെ കൊല്ലാനായി കലാമിറ്റിക്കാർ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് അവരിവിടെയും വരും. ടെനിച്ചി വാൻഡബെയുടെ മനസ്സ് അതാണ് അയാളോട് പറയുന്നത്. കലാമിറ്റിക്കാർ അയാളെ തേടി എത്തുക തന്നെ ചെയ്യും. കാവസാക്കി സാൻഡോയും ടെനിച്ചി വാൻഡബെയും മറ്റ് അൾട്ടിമേറ്റ് ക്ലാസ് വാരിയേഴ്സും ഒക്കെ ആ വിഷയം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്നാണ് ആ കോമ്പൗണ്ടിൽ അതിഭീകരമായ ഒരു ശബ്ദം കേൾക്കുന്നത്. ആ മിലിറ്ററി കോമ്പൗണ്ടിന്റെ ഗേറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ പാറ കൊണ്ട് നിർമ്മിച്ചതാണ്. 5 ടണ്ണോളം ഭാരമുള്ള ഒറ്റ പാറ കൊണ്ടാണ് ആ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രത്യേക യന്ത്ര സംവിധാനത്തിലൂടെ മാത്രമേ ആ ഗേറ്റ് തുറക്കാൻ പറ്റൂ. ആ പാറ കൊണ്ടുള്ള ഗേറ്റ് തകർന്നിരിക്കുന്നു. ആരോ ആ ഗേറ്റിന് പുറത്തു നിന്നുകൊണ്ട് ചവിട്ടി തകർത്തിരിക്കുന്നു. അതിശക്തമായ ചവിട്ടിൽ ആ ടൺ കണക്കിന് ഭാരമുള്ള പാറ കൊണ്ടുള്ള ഗേറ്റ് തകർന്നു വീണതോടുകൂടി ആ ഗേറ്റുമായി കണക്ട് ചെയ്തിരിക്കുന്ന മതിലും തകർന്നു വീഴുകയാണ്. അതിഭീകരമായ ശബ്ദത്തോടെ ഗേറ്റും കൂടെയുള്ള മതിലും താഴോട്ട് വീണപ്പോൾ പെട്ടെന്ന് തറയൊന്ന് കുലുങ്ങുകയാണ്. ആ കുലുക്കം ടെനിച്ചി വാൻഡബെ അയാളുടെ കൺമുമ്പിൽ കാണുകയാണ്. ടെനിച്ചി വാൻഡബെയും അൾട്ടിമേറ്റ് ക്ലാസ് വാരിയേഴ്സും ഇരിക്കുന്നതിന് തൊട്ടു മുമ്പിലായി ഒരു ചെറിയ തടാകമുണ്ട്. വളരെ വിശാലമായ ഹാളാണ്. ഒരു കൃത്രിമ തടാകമാണ് അവരുടെ മുമ്പിലുള്ളത്. ആ തടാകത്തിലെ വെള്ളം പെട്ടെന്നൊന്ന് പൊങ്ങി താഴുകയാണ്. ആ വെള്ളം വല്ലാതെ ഓളം വെട്ടുകയാണ്. അതിനടിയിലെ ഭൂമി കുലുങ്ങിയതിന്റെ ഒരു ലക്ഷണമാണ്. അറിയാതെ സകല അൾട്ടിമേറ്റ് ക്ലാസ് വാരിയേഴ്സും ഞെട്ടി എണീറ്റു. എണീക്കാത്തത് കാവസാക്കി സാൻഡോയാണ്. കണ്ണടച്ചിരുന്ന കാവസാക്കി സാൻഡോ പക്ഷേ പെട്ടെന്ന് കണ്ണു തുറന്നു. അതിഭീകരമായ ആ ശബ്ദവും തറയിലെ ഓളവും
കാവസാക്കി സാന്റോയെ പോലും ലേശം ഒന്ന് അമ്പരപ്പിച്ചിരിക്കുകയാണ്. ആ ഹാളിനകത്ത് ഒരുപാട് ഗോൾഡ് ലെവൽ വാരിയേഴ്സ് ഉണ്ട്. അവർ പല ലെയറായിട്ടാണ് നിൽക്കുന്നത്. ടെനേച്ചി വാൻഡബേ സിംഹാസനം പോലുള്ള ഒരു കസേരയിലാണ് ഇരിക്കുന്നത്. തൊട്ടടുത്ത് കാവസാക്കി സാന്റോ. അവർക്ക് ചുറ്റിലുമായി 6 കസേരകൾ. ആ കസേരകളിലാണ് അൾട്ടിമേറ്റ് വാരിയേഴ്സ് ഇരുന്നിരുന്നത്. ശബ്ദം കേട്ടിട്ട് ആ അൾട്ടിമേറ്റ് ക്ലാസ് വാരിയേഴ്സ് എണീറ്റ് നിൽക്കുകയാണ്. ടെനേച്ചി വാൻഡബയ്ക്കും കാവസാക്കി സാന്റോയ്ക്കും ചുറ്റുമായി ഒരു വലയം പോലെ ആ 6 അൾട്ടിമേറ്റ് ക്ലാസ് വാരിയേഴ്സും ഉണ്ട്. ആ വലയത്തിന് പുറത്തായി ഗോൾഡ് ക്ലാസ് വാരിയേഴ്സിന്റെ വിവിധ വലയങ്ങൾ. വലയം നമ്പർ 1, 2, 3, 4 ഇങ്ങനെ പോവുകയാണ്. 9 വലയങ്ങളാണ്. ആ 9 ലെവൽ ഗോൾഡ് ക്ലാസ് വാരിയേഴ്സിനെയും തോൽപ്പിച്ചാൽ മാത്രമേ അൾട്ടിമേറ്റ് ക്ലാസ് വാരിയേഴ്സിന് അടുത്തെത്താൻ പറ്റൂ. അവരെയും തോൽപ്പിച്ചാൽ അവിടെ കാവസാക്കി സാന്റോ ഉണ്ട്. കാവസാക്കി സാന്റോയെ തോൽപ്പിച്ചാൽ മാത്രമേ സാക്ഷാൽ ടെനേച്ചി വാൻഡബയെ തൊടാൻ പറ്റൂ. അങ്ങനെയാണ് ടെനേച്ചി വാൻഡബെ എന്ന സ്ട്രാറ്റജിസ്റ്റ് അയാളുടെ സംരക്ഷണം ആ ഹാളിൽ ഒരുക്കിയിരിക്കുന്നത്. സകലരുടെയും കണ്ണുകൾ ആ ഹാളിലെ മെയിൻ വാതിലിലേക്കാണ്. ഓരോ വരികളും തമ്മിൽ നിശ്ചിത അകലവുമുണ്ട്. നിശ്ചിത അകലത്തേക്കുന്ന ഗോൾഡ് ക്ലാസ് വാരിയേഴ്സ് എല്ലാവരും ഇപ്പോൾ വാള് കയ്യിലെടുത്തു കഴിഞ്ഞു. സകലരും ജാഗരൂകരായി ശബ്ദം കേട്ട ദിക്കിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. മെയിൻ വാതിലിന് നേരെയാണ് ആ ശബ്ദം കേട്ടത്. പുറത്തുള്ള ഗേറ്റും മതിലും തകർന്നു വീണിട്ടാണ് ശബ്ദമുണ്ടായതെന്ന് അകത്തുള്ളവർക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. ആ ഹാളിലെ പ്രധാന വാതിലിലൂടെയാണ് ആ ശബ്ദം വളരെ വ്യക്തമായി അവർ കേട്ടത്. അതുകൊണ്ട് തന്നെ സകലരുടെ ശ്രദ്ധ പ്രധാന വാതിലിന് നേരെയാണ്. ആ വേഗത്തിലൂടെ ശരവേഗത്തിൽ 2 സാധനങ്ങൾ ആ ഹാളിനുള്ളിലേക്ക് പാഞ്ഞു വരികയാണ്. ആകാശത്തിലൂടെ പാഞ്ഞു വരുന്ന ആ വസ്തുക്കളെ കണ്ടതും ഗോൾഡ് ലെവൽ വാരിയേഴ്സ് ആകാശത്തേക്ക് ചാടി ഉയർന്ന് അവരുടെ വാളുപയോഗിച്ച് ആ തലങ്ങും വിലങ്ങും വെട്ടുകയാണ്. ആകാശത്തേക്ക് ചാടി ഉയർന്ന ആ ഗോൾഡ് ലെവൽ വാരിയേഴ്സ് താഴെ ലാൻഡ് ചെയ്യുമ്പോഴേക്കും ആകാശത്തൂടെ പറന്നു വന്ന ആ 2 കെട്ടും അനവധി കഷ്ണങ്ങളായി തറയെ പതിച്ചിരിക്കുകയാണ്. തറയിലേക്ക് വീണ ആ സാധനത്തെ അപ്പോഴാണ് സകലർ ശ്രദ്ധിക്കുന്നത്. അനവധി കഷ്ണങ്ങളായി മുറിക്കപ്പെട്ട ആ സാധനം പെട്ടെന്ന് തന്നെ വലത്തെ അമ്പരപ്പാളുകൾക്ക് ഉണ്ടാക്കുകയാണ്. കഷ്ണങ്ങളായി മുറിഞ്ഞു വീണ ആ സാധനം മനുഷ്യ ശരീരമാണെന്ന് മനസ്സിലാക്കുവാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഞെട്ടലോടെയാണ് സകലരും അത് കണ്ടത്. 2 മനുഷ്യ ശരീരങ്ങളാണ് ആകാശത്തുള്ളിലേക്ക് പാഞ്ഞു വന്നത്. അതിനെയാണ് ഗോൾഡ് ലെവൽ വാരിയേഴ്സ് വെട്ടി കഷ്ണമായി തറയിട്ടത്. പെട്ടെന്നാണ് ആ വെട്ടിയിട്ടപ്പെട്ട കഷ്ണങ്ങൾക്കിടയിൽ നിന്ന് അവർ ആ മുഖങ്ങൾ തിരിച്ചറിഞ്ഞത്. യാമമോട്ടയുടെയും ഈശ്വരിയുടെയും മുഖങ്ങൾ. അൾട്ടിമേറ്റ് ക്ലാസ് വാരിയേഴ്സ് ആയിരുന്ന യാമമോട്ടയെയും ഈശ്വരിയെയും കൊന്ന് കെട്ടിപ്പൊതിഞ്ഞ് ആ ഹാളിനുള്ളിലേക്ക് എറിഞ്ഞിരിക്കുന്നു. കലാമറ്റി റൈസോണിൽ എത്തിയിരിക്കുന്നു. റൈസോണി തലസ്ഥാനത്തിന് കലാമറ്റി എത്തിയിരിക്കുന്നു. ആ ഒരു ചിന്തയാണ് പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടായത്. ആ കാഴ്ച ആ ഹാളിലെ ഒരേ ഒരാളെ ഒഴിച്ച് ബാക്കി മുഴുവൻ പേരെയും പരിഭ്രമിപ്പിക്കുകയാണ്. അൾട്ടിമേറ്റ് ക്ലാസ് വാരിയേഴ്സ് ആണോ കൊല്ലപ്പെട്ടിരിക്കുന്ന യാമമോട്ടയും അതേപോലെ ഇഷിരുയും. അത് സ്വാഭാവികമായും മറ്റുള്ളവർ ഭയമുണ്ടാക്കും. ടെനേച്ചി വാൻഡബയുടെ മുഖത്തും ഒരു പരിഭ്രമമുണ്ട്. കുലുങ്ങാത്തത് ഒരേ ഒരാളാണ്, കാവസാക്കി സാന്റോ. റൈസോണിയുടെ ഗ്രാൻഡ് മാസ്റ്റർ എന്നറിയപ്പെടുന്ന ഡെമോൺ ബ്ലേഡ് എന്ന് വിളിപ്പേരുള്ള കാവസാക്കി സാന്റോയും സകലരും ആ 2 കെട്ടുകൾ കടന്നു വന്ന വാതിലിലേക്ക് തന്നെ നോക്കുകയാണ്. പെട്ടെന്ന് അവിടെ 2 നിഴൽ രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. 2 ആളുകളുടെ നിഴലുകളാണ് ആദ്യം കണ്ടത്. 2 പേർ മാത്രമാണ് തങ്ങളെ ആക്രമിക്കാനായി വന്നിരിക്കുന്നത്. റൈസോണിലെ അനവധി പട്ടാള ക്യാമ്പുകളിൽ ഒന്നാണ് ടെനേച്ചി വാൻഡബെ നേതൃത്വം കൊടുക്കുന്ന ഈ പട്ടാള ക്യാമ്പ്. പട്ടാള ക്യാമ്പിലേക്ക് ടെനേച്ചി വാൻഡബെ പോലെ ഒരാളെ നേരിടാൻ 2 പേരാണ് എത്തിയിരിക്കുന്നത്. ആ ഒരു ചിന്തയാണ് പെട്ടെന്ന് കാവസാക്കി സാന്റോയുടെ മനസ്സിലേക്ക് വന്നത്. ആ ചിന്ത കാവസാക്കി സാന്റോയുടെ മനസ്സിലേക്ക് വന്ന അതേ നിമിഷത്തിൽ ഒരു ശബ്ദം അവിടെ ഉയർന്നു കേൾക്കുകയാണ്. നിന്റെ ആദ്യം അടുത്തിരിക്കുന്നു, ഞാനിതാ എത്തി. വല്ലാത്തൊരു മുഴക്കമാണ് ആ ശബ്ദം ആ ഹാളിൽ ഉണ്ടാക്കിയത്. ശരിക്കും ആജ്ഞാശക്തിയുള്ള ആത്മവിശ്വാസമുള്ള ഒരു യോദ്ധാവിന്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. അങ്ങനത്തെ ചിന്തയാണ് കാവസാക്കിയുടെ മനസ്സിൽ വന്നത്. പക്ഷേ ആ ശബ്ദം ടെനേച്ചി വാൻഡബെയും
കൂടെയുള്ള അൾട്ടിമേറ്റ് ക്ലാസ് വാരിയേഴ്സിനെയും തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചത്. ആ ശബ്ദം എവിടെയോ കേട്ട് പരിചയിച്ചിട്ടുള്ളതുപോലെ അവർ ആ വാതിലിലേക്ക് സാഹൂതം നോക്കി നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആ നിഴലുകളുടെ പിന്നിലുള്ള ആളുകൾ പ്രത്യക്ഷപ്പെടുന്നത്. രണ്ട് പേർ. അവർ മുന്നോട്ട് നടന്നു വന്നു. അനവധി ഗോൾഡ് ക്ലാസ് വാരിയേഴ്സിന്റെ വലയത്തിനുള്ളിലാണ് ഇപ്പോ ടെനിച്ചി വാൻഡബെ ഉള്ളത്. ആ വലയത്തിന് മുന്നിലായി എത്തിയ ആ ചെറുപ്പക്കാരെ ടെനിച്ചി വാൻഡബെ ദൂരെ നിന്നേ കണ്ടു. ആ കാഴ്ച ടെനിച്ചിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. അയാൾ അന്തം വിട്ടാണ് ആ വാതിലിലേക്ക് നോക്കിയത്. സാക്ഷാൽ ലെവി ഗാരിസനാണ് അവിടെ നിൽക്കുന്നത്. ലെവി, നീ കൊല്ലപ്പെട്ടില്ലേ? ലെവി എന്ന പേര് കേട്ടതും കാവസാക്കി സാന്റോയും ആ രൂപത്തെ നോക്കിയാണ്. രണ്ട് ചെറുപ്പക്കാർ, അതിലൊരാളാണ് ലെവി ഗാരിസൺ. ടെനിച്ചിയും വാൻഡബെ അത് പറയുമ്പോൾ ലെവി ഗാരിസൺ ആ ഹാൾ മുഴുവൻ നിരീക്ഷിക്കുകയാണ്. ടെനിച്ചി ലെവിയോട് പറഞ്ഞു, ലെവി, നീ അതിശക്തനാണെന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. 20 വർഷമായി അൾട്ടിമേറ്റ് ക്ലാസ് വാരിയർ ആയിരുന്ന സാംസൺ ഫിഞ്ചിനെ നീയാണ് കൊന്നതെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. 20 കൊല്ലമായി അൾട്ടിമേറ്റ് ക്ലാസ് വാരിയർ ആയിരുന്ന സാംസൺ ഫിഞ്ചിനെ കൊന്ന വ്യക്തിയാണ് ഈ ലെവി ഗാരിസൺ. അത് കേട്ടപ്പോൾ കാവസാക്കി സാന്റോയ്ക്ക് ഒത്തിരി സന്തോഷമായി. കാലങ്ങൾക്ക് ശേഷം ശരിക്കും ശക്തനായ ഒരാളെ എതിരിടാനുള്ള അവസരമാണ് ഇതാ അയാളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ടെനിച്ചി വാൻഡബെ പറയുന്നത് കൗതുകത്തോടെയാണ് ലെവി ഗാരിസൺ കേൾക്കുന്നത്. ലെവിയോടായി ടെനിച്ചി പറഞ്ഞു, ലെവി ഗാരിസൺ, ഇതാരെന്നറിയാവോ? ഇതാണ് സാക്ഷാൽ റൈസോയുടെ ഗ്രാൻഡ് മാസ്റ്റർ കാവസാക്കി സാന്റോ. കഴിഞ്ഞ 40 കൊല്ലമായി ഇദ്ദേഹം അൾട്ടിമേറ്റ് ക്ലാസ് വാരിയർ ആണ്. ഇദ്ദേഹത്തിനെ തോപ്പിച്ചുകൊണ്ട് നിനക്ക് എന്നെ തൊടാനാവില്ല. നീ എത്ര ശക്തനെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ ഗ്രാൻഡ് മാസ്റ്റർ മുമ്പിൽ നീ ഒന്നുമല്ല. ടെനിച്ചി വാൻഡബെ അത് പറഞ്ഞതും ലെവി ഗാരിസൺ ആ ഹാളിലുള്ള മുഴുവൻ പേരെ ഒന്ന് നോക്കി. അതിനുശേഷം ഉറക്കെ ലെവി ഗാരിസൺ പറയുകയാണ്, എനിക്ക് എതിർപ്പുള്ളത് ഈ ടെനിച്ചി വാൻഡബെയോടാണ്. ഞാൻ അയാളെ കൊല്ലാനാണ് ഇവിടെ വന്നത്. നിങ്ങളോട് ആരോടും എനിക്ക് വിരോധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ വിട്ടുപോകണം, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കൊല്ലേണ്ടി വരും. ലെവി ഗാരിസൺ അത് പറഞ്ഞതും ടെനിച്ചി വാൻഡബെ ലെവിയോടായി പറഞ്ഞു, ലെവി ഗാരിസൺ, നിനക്ക് എന്നെ തുടരണമെങ്കിൽ നീ എന്നെ തേടി അവിടെ വരണം. സൺ ടവറിന്റെ മോളിൽ ഞങ്ങൾ അവിടെ ഉണ്ടാകും. ഇതും പറഞ്ഞിട്ട് ടെനിച്ചി വാൻഡബെ അൾട്ടിമേറ്റ് ക്ലാസ് വാരിയേഴ്സിനെയും കാവസാക്കി സാന്റോയെ വിളിച്ചുകൊണ്ട് തൊട്ട് പുറകുള്ള വാതിലുള്ള പുറത്തേക്ക് അടക്കുകയാണ്. ലെവി ഗാരിസനെ നോർത്തേൺ ഹെവൻലി കിങ്ങിനെ നേരിടാനായി ഗോൾഡ് ലെവൽ വാരിയേഴ്സിനെ ഏൽപ്പിച്ചിട്ട് 7 അൾട്ടിമേറ്റ് ക്ലാസ് വാരിയേഴ്സുമായി ടെനിച്ചി വാൻഡബെ മുങ്ങിയിരിക്കുകയാണ്. റൈസോണിയുടെ തലസ്ഥാനത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് സൺ ടവർ. ഏകദേശം 1000ഓളം അടി പൊക്കമുള്ള ആ സൺ ടവറിന്റെ മുകളിൽ ടെനിച്ചി വാൻഡബെ ഉണ്ടാകും. അവിടേക്ക് ചെല്ലാനാണ് ലെവി ഗാരിസനോട് ടെനിച്ചി വാൻഡബെ പറഞ്ഞത്. പക്ഷേ ലെവി ഗാരിസനും നോർത്തേൺ ഹെവൻലി കിങ്ങിനും എളുപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവരെ ഏതാണ്ട് വളഞ്ഞു നിൽക്കുകയാണ് ആ ഗോഡ് ലെവൽ വാരിയേഴ്സ്. ആ ബിൽഡിങ്ങിന് അകത്തും പുറത്തുമായി 5000ഓളം പേരാണ് ആ പട്ടാള ക്യാമ്പിലുള്ളത്. ആ 5000 പേരെയും യുദ്ധസന്നദ്ധരാക്കി നിർത്തിയിട്ടാണ് ടെനിച്ചി വാൻഡബെ സ്ഥലം വിട്ടിരിക്കുന്നത്. ലെവി ഗാരിസൺ നോർത്തേൺ ഹെവൻലി കിങ്ങിനെ ഒന്ന് നോക്കി. ആക്ഷൻ തുടങ്ങിക്കൊള്ളൂ എന്നാണ് ആ നോട്ടത്തിന്റെ അർത്ഥം. അടുത്ത നിമിഷം തന്നെ നോർത്തേൺ ഹെവൻലി കിങ് പണി തുടങ്ങി. കൊടുങ്കാറ്റിന്റെ വേഗതയിൽ നോർത്തേൺ ഹെവൻലി കിങ് മുമ്പോട്ട് കുതിക്കുകയാണ്. തൊട്ടു പുറകെ ലെവി ഗാരിസൺ. നോർത്തേൺ ഹെവൻലി കിങ് ഉണ്ടാക്കുന്ന വഴിയിലൂടെയാണ് ലെവി ഗാരിസൺ കടന്നു പോകുന്നത്. മുന്നിൽ കാണുന്ന ബുഷിഡോ പോരാളികളെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് ഒരു മിലിറ്ററി ടാങ്ക് കടന്നു പോകുന്ന പോലെയാണ് നോർത്തേൺ ഹെവൻലി കിങ് മുന്നോട്ട് പോകുന്നത്. ആ വഴിയിലൂടെ ലെവി ഗാരിസൺ കടന്നു വരികയാണ്. നോർത്തേൺ ഹെവൻലി കിങ്ങും ലെവി ഗാരിസണും കൂടി അതിശക്തമായി പോരാടിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതിന്റെ കാരണം അവരെ വളഞ്ഞു നിൽക്കുന്ന ആ ബുഷിഡോ പോരാളികളുടെ പോരാട്ട വീര്യമാണ്. ലെവി ഗാരിസണോടുള്ള എതിർപ്പ് രക്തത്തിൽ ഇപ്പൊ അലിയിച്ച് ചേർത്തിരിക്കുന്നവരാണ് അവിടെ നിൽക്കുന്ന സകല പോരാളികൾ. അതിൻ്റെതായ ഒരു വീറും വാശിയും ആ ബുഷിഡോ പോരാളികൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹാളിൽ നിന്ന് പുറത്തു കിടക്കാൻ ഏകദേശം 10 മിനിറ്റോളം ലെവി ഗാരിസനും നോർത്തേൺ ഹെവൻലി കിങ്ങിനും വേണ്ടി വന്നു. ജീവൻ കൊടുത്തും ടെനിച്ചിയെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തവരാണ് ആ ഹാൾ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾ. അതുകൊണ്ടാണ്
അവസാന നിമിഷം വരെ അവർ പോരാടിയത്. നോർത്തൺ ഹെവൻലി കിങ്ങിനും ലെവി ഗാരിസനും അത് നന്നായി മനസ്സിലായിട്ടുണ്ട്. അവർ രണ്ടുപേരും ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹാളിനുള്ളിൽ ആയിരക്കണക്കിന് ഭടന്മാരുടെ ശവശരീരമാണ്. പുറത്തിറങ്ങിയപ്പോൾ വേറെയും ആളുകൾ നിപ്പുണ്ട്. മെഷീൻ ഗണ്ണിൽ നിന്ന് തുരുതുരാ നിറയൊഴിച്ചുകൊണ്ട് പട്ടാളക്കാരെ ഹാളിലേക്ക് പാഞ്ഞു കയറുന്നത് ലെവി ഗാരിസനും നോർത്തൺ ഹെവൻലി കിങ് കണ്ടിരുന്നു. പെട്ടെന്നാണ് നോർത്തൺ ഹെവൻലി കിങ് മറ്റൊരു അത്ഭുത പടം സൃഷ്ടിച്ചത്. നോർത്തൺ ഹെവൻലി കിങ് കൈ രണ്ടും വിടർത്തി പിടിച്ചിട്ട് ചുറ്റുമുള്ള എയറിനെ അയാളുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ എയറിനെ മുന്നോട്ട് തള്ളുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ കാണുന്നത്. മെഷീൻ ഗണ്ണുകളും സ്റ്റൺ ഗണ്ണുകളും വാളുകളുമായി ആ കെട്ടിടത്തിലേക്ക് പാഞ്ഞു കയറിയ ബുഷ്ഡോ പോരാളികൾ ആകാശത്തിലേക്ക് പറന്ന് തെറിക്കുന്ന കാഴ്ചയാണ് തുടർന്ന് നമ്മളവിടെ കാണുന്നത്. ഒരു വലിയ സുനാമിയിൽ അവർ പെട്ടതുപോലെയായി. ലെവി ഗാരിസനും നോർത്തൺ ഹെവൻലി കിങ്ങും ആ ഓളത്തിനിടയിലൂടെ തന്നെ പുറത്തേക്ക് കടക്കുകയാണ്. സൈനിക ക്യാമ്പിൽ നിന്ന് പുറത്തു കിടന്ന അവർക്ക് ദൂരെയായി സൺ ടവർ കാണാം. ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരെയാണ് സൺ ടവർ ഉള്ളത്. ആ സൺ ടവറിലേക്കുള്ള റോഡിൽ തടസ്സങ്ങളുടെ ഒരു നിര തന്നെയാണ് ടെനിച്ചി വാൻഡബെ സൃഷ്ടിച്ചിരിക്കുന്നത്. റോഡിന് ഇരുഭാഗത്തുമുള്ള കെട്ടിടങ്ങളിൽ ആയുധധാരികളായ അനവധി ആളുകളെ ടെനിച്ചി ഒളിപ്പിച്ചിരിക്കുകയാണ്. റോഡിലും ആയുധധാരികളായ ആളുകളുണ്ട്. മോട്ടോറുകളും ജീപ്പുകളും ഒക്കെ അണിനിരത്തിരിക്കുകയാണ്. ലെവി ഗാരിസനെ ഒരു കാരണവശാലും അവിടുന്ന് മുന്നോട്ട് കടത്തിവിടില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചുള്ള ഡിഫൻസിനെയാണ് ടെനിച്ചി വാൻഡബെ അണിനിരത്തിയിരിക്കുന്നത്. അയാളുടെ കീഴിലുള്ള സൈന്യത്തെ അയാൾ വളരെ ഭംഗിയായി അണിനിരത്തിയിരിക്കുകയാണ്. റോഡിലേക്ക് ഇറങ്ങിയ നോർത്തൺ ഹെവൻലി കിങ്ങും ലെവി ഗാരിസനും അത് കണ്ടു. ആ ഭടന്മാരെയും ആയുധങ്ങളെയും കണ്ടപ്പോൾ നോർത്തൺ ഹെവൻലി കിങ് ലെവിയോട് പറഞ്ഞു, മാസ്റ്റർ, നമുക്ക് ലേശം പണിയാവുമല്ലോ. നോർത്തൺ ഹെവൻലി കിങ് അത് പറഞ്ഞപ്പോൾ ലെവി ഗാരിസൺ ഒന്ന് പുഞ്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് സൺ ടവറിന്റെ മുകളിൽ ടെനിച്ചി വാൻഡബെയും കാവസാക്കി സാന്റോയും എത്തിയിട്ടുണ്ട്. അതിവിശാലമായ ഒരു ഹാള് പോലെയാണ് സൺ ടവറിന്റെ മുകൾ ഭാഗം. കാവസാക്കി സാന്റോയും ടെനിച്ചി വാൻഡബെയും മാത്രമാണ് അവിടെ ഉള്ളത്. തൊട്ട് താഴത്തെ നിലയിലാണ് 6 അൾട്ടിമേറ്റ് ക്ലാസ് വാരിയേഴ്സ്. അതിന്റെ താഴത്തെ നിലകളിലൊക്കെ ഗോൾഡ് ക്ലാസ് വാരിയേഴ്സ് ആണ്. എല്ലാ നിലയിലും ഗോൾഡ് ക്ലാസ് വാരിയേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗേറ്റ് വരെയുണ്ട്. ആ ഗേറ്റ് മുതൽ മിലിറ്ററി ഡിവിഷൻ ഓഫീസ് വരെ സായുധ സൈന്യത്തെ ടെനിച്ചി വാൻഡബെ അണിനിരത്തിയിരിക്കുകയാണ്. ടെനിച്ചി വാൻഡബെ എന്ന മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റ് വളരെ വ്യക്തമായി ലെവി ഗാരിസൺ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ്. ലെവി ഗാരിസൺ ആ റോഡിലുള്ള മുഴുവൻ തടസ്സങ്ങളും അതിജീവിച്ച് അവിടെ എത്തുമെന്ന് ടെനിച്ചി വാൻഡബെക്ക് 100% ഉറപ്പാണ്. കാവസാക്കി സാന്റോ ടെനിച്ചിയോട് ചോദിച്ചു, ടെനിച്ചി, എന്താ നമ്മൾ ഇങ്ങ് പോകുന്നത്? അവിടെ വെച്ച് അവനെ തീർക്കാൻ പറ്റില്ലായിരുന്നു? കാവസാക്കി സാന്റോയുടെ ചോദ്യം ശരിയായൊരു ചോദ്യമാണ്. മിലിറ്ററി ആസ്ഥാനത്ത് വെച്ച് തന്നെ ലെവി ഗാരിസനെ തീർക്കാൻ കാവസാക്കി സാന്റോയ്ക്ക് പറ്റും. പക്ഷെ എന്തുകൊണ്ട് അവിടെ വേണ്ട സൺ ടവർ മതി എന്ന് ടെനിച്ചി വാൻഡബെ തീരുമാനിച്ചു? ആ ചോദ്യമാണ് കാവസാക്കി സാന്റോ ചോദിച്ചത്. ടെനിച്ചി വാൻഡബെ കാവസാക്കി ചോദിച്ച ചോദ്യം കേട്ടപ്പോൾ ഒരു നിമിഷം ഒന്ന് നിശബ്ദനായി. അതിനുശേഷം കാവസാക്കിയോട് പറഞ്ഞു, ആ ലെവി ഗാരിസനെ നമുക്ക് അത്ര എളുപ്പം തോൽപ്പിക്കാൻ കഴിയില്ല. അയാളെ കൊല്ലാൻ പറ്റില്ല, അതിനകത്ത് എനിക്കൊരു സംശയമില്ല. അയാളെ ക്ഷീണിപ്പിക്കാനാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്തിരിക്കുന്നത്. അയാളെ മിലിറ്ററി ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുക തന്നെ ചെയ്യും. അവിടെയുള്ള 5000 പേരെയും ലെവിയും ആ കൂടെയുള്ളവനും ചേർന്ന് കൊല്ലും. അതിനകത്ത് എനിക്ക് സംശയമില്ല. അവർക്ക് അവിടെ നിന്ന് ഇവിടെ എത്താൻ 10,000-ഓളം ഭടന്മാരെ കൊല്ലേണ്ടി വരും. ഞാൻ പ്രതീക്ഷിക്കുന്നു ആ 10,000 പേരെ കൊന്നിട്ട് ലെവി ഇവിടെ എത്തുമെന്ന്. പക്ഷെ ഇതിനിടയിൽ ലെവി ശരിക്കും ക്ഷീണിച്ചിരിക്കും. ആ ലെവി ഗാരിസൺ ഇവിടെ ഈ നിലയിൽ എത്തും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാ നിലയിലും ഗോൾഡ് ക്ലാസ് വാരിയേഴ്സിനെയും തൊട്ട് താഴെ 6 അൾട്ടിമേറ്റ് ക്ലാസ് വാരിയേഴ്സിനെയും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവരെയൊക്കെ തോൽപ്പിച്ചിട്ട് ലെവി ഇവിടെ എത്തും. ക്ഷീണിതനായിരിക്കും ലെവി. പക്ഷേ ഗ്രാൻഡ് മാസ്റ്റർ, അങ്ങയുടെ മുന്നിൽ ലെവി തോക്കും. അങ്ങനെ ആ ലെവി തോക്കുന്നത് ഈ റായ്സോണിയിലെ ഏറ്റവും ഉയരമുള്ള കെട്ടത്തിന് മുകളിൽ വെച്ചാകണമെന്ന് എനിക്കൊരു ആഗ്രഹം. എന്റെ കൺമുമ്പിൽ ലെവി ഇവിടെ കൊല്ലപ്പെടണം. അതിനുള്ള അവസരമാണ് ഞാൻ സൃഷ്ടിക്കുന്നത്. കാവസാക്കി സാന്റോയും അത് കേട്ടപ്പോൾ ടെനിച്ചിയോട് പറഞ്ഞു, അതെ, ഞാനും പ്രാർത്ഥിക്കാം അവൻ ഇവിടെ എത്താൻ വേണ്ടി. 10,000-കണക്കിന് ഭടന്മാരെ ലെവി ഗാരിസനെ നേരിടാനായി അറേഞ്ച് ചെയ്തിട്ട് ആ 10,000 ഭടന്മാരെ അയാൾ തോൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ടെനിച്ചി വാൻഡബെയും കാവസാക്കി സാന്റോയും. അത് തന്നെയാണ് റോഡിൽ സംഭവിക്കുന്നത്. റോഡിനും റോഡിന്
റോഡിന്റെ ഇരുഭാഗത്തുമായി ആധുനിക ആയുധങ്ങളുമായി ലെവി ഗാരിസനെയും നോർത്തേൺ ഹെവൻലി കിങ്ങിനെ നേരിടാനായി അനവധി ആളുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ആൾക്കൂട്ടത്തെ അപ്രസക്തരാക്കിക്കൊണ്ട് ലെവി ഗാരിസനും നോർത്തേൺ ഹെവൻലി കിങ്ങും കൂടി ഒരു എയർ കറണ്ട് തന്നെ ആ റോഡിൽ സൃഷ്ടിക്കുകയാണ്. ചുറ്റുമുള്ള ആളുകൾക്ക് ലെവിയെയും നോർത്തേൺ ഹെവൻലി കിങ്ങിനെയും കാണാൻ പോലും കഴിയാത്ത ശൈലിയിൽ ഒരു കൊടുങ്കാറ്റടിക്കുകയാണ് റോഡിലൂടെ. റോഡിലുള്ള മിലിറ്ററി വാഹനങ്ങൾ അതിശക്തമായ കാറ്റിൽ പൊങ്ങിത്തെറിക്കുകയാണ്. കൂടെ അതിലെ ഭടന്മാരും. ഇരുഭാഗത്തുള്ള കെട്ടിടങ്ങളിലൂടെ എയർ കറണ്ട് പാസ് ചെയ്ത് പോവുകയാണ്. എന്താണ് സംഭവിക്കുന്നത് അത് മാത്രമാണ് ആർക്കും അറിയാത്തത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു ധാരണയുമില്ലാത്ത ആ ഭടന്മാർ റോഡിലേക്ക് നിറയൊഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മെഷീൻ ഗണ്ണുകളും പീരങ്കികളും ഉൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവര് ആരെയാണോ ലക്ഷ്യമിടുന്നത് ആ ആളുകളെ മാത്രം കാണുന്നില്ല. അവർക്ക് കാണാൻ കഴിയുന്നത് അവരുടെ മുമ്പിൽ വാഹനങ്ങൾ ഇങ്ങനെ പറന്നു നടക്കുന്നതാണ്. ശരിക്കും കാറ്റടിക്കുകയാണ്. പക്ഷെ നിയന്ത്രിത കാറ്റാണ്. ആ റോഡിലാണ് കാറ്റ്. അതിന്റെ ഇരുഭാഗത്തുള്ള കെട്ടം കഴിഞ്ഞാൽ പിന്നെ കാറ്റില്ല. വല്ലാത്തൊരു അത്ഭുതത്തോടെയാണ് ബുഷിഡോ പോരാളികൾ ആ കാഴ്ച കാണുന്നത്. അവരുടെ എതിരാളികളെ കാണാനേ കഴിയുന്നില്ല. വല്ലാത്തൊരു അമ്പരപ്പാണ് ബുഷിഡോ പോരാളികൾക്ക് ഇത് ഉണ്ടാക്കിയത്. അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഒന്നൊന്നായി മരിച്ചു വീഴുന്നുണ്ട്. 10, 20, 30 അടി പൊക്കത്തിലേക്കാണ് വാഹനങ്ങൾ മറിഞ്ഞു വീഴുന്നത്. കാറ്റിങ്ങനെ അടിച്ചുകൊണ്ട് പോവുകയാണ്. അതിശക്തമായി എന്തോ ഒന്ന് ആളുകളെ തള്ളിക്കൊണ്ട് പോകുന്ന പോലെ ആ സൈന്യത്തെ പുറകോട്ട് തള്ളുകയാണ്. കാറ്റടിച്ച് വാഹനങ്ങൾ പുറത്തേക്ക് വന്ന് വീഴുമ്പോൾ ആളുകൾ കൊല്ലപ്പെടുന്നതിന് കൈയും കണക്കുമില്ല. റോഡ് മുഴുവൻ സൈന്യമാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ആ റോഡിലേ ഇല്ല. ഒരു യുദ്ധം തന്നെയാണ് റായ്സോളിയുടെ തലസ്ഥാനത്ത് നടക്കുന്നത്. എന്ത് വില കൊടുത്തും റായ്സോളിയുടെ മിലിറ്ററി സ്ട്രാറ്റജിസിനെ സംരക്ഷിക്കുമെന്ന് ആ മിലിറ്ററി ഡിവിഷൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും വൻ പീരങ്കികളും ടാങ്കുകളും ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് ആയുധങ്ങളൊക്കെയും അവിടെ ഉപയോഗിക്കുന്നുണ്ട്. 2 മനുഷ്യരെ എതിരിടാനായി. പക്ഷെ ആ എതിരാളികളെ കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ലെവി ഗാരിസണും നോർത്തേൺ ഹെവൻലി കിങ്ങും സൺ ടവറിന്റെ ഗേറ്റിന് മുന്നിലെത്തി. മിലിറ്ററി ഡിവിഷൻ മുതൽ സൺ ടവറിന്റെ ഗേറ്റ് വരെ 10,000-ലധികം ബുഷിഡോ പോരാളികളെയാണ് ടിനിച്ചി വാൻഡവേ അണിനിരത്തിരുന്നത്. ആ 10,000 ആളുകളും കൊല്ലപ്പെട്ടിരിക്കുന്നു. വെറും 2 മനുഷ്യരുടെ കയ്യാൽ ആധുനിക ആയുധങ്ങളുടെ വൻ ശേഖരവുമായിട്ടാണ് അവരൊക്കെയും ലെവി ഗാരിസനെയും നോർത്തേൺ ഹെവൻലി കിങ്ങിനെയും നേരിട്ടത്. പക്ഷെ അവരുടെ ആയുധങ്ങൾക്ക് ലെവി ഗാരിസനെയോ നോർത്തേൺ ഹെവൻലി കിങ്ങിനെയോ പിടിച്ചു നിർത്താൻ പറ്റിയില്ല എന്ന് മാത്രം. സൺ ടവറിന്റെ ഗേറ്റ് തകർത്തുകൊണ്ട് ലെവിയും നോർത്തേൺ ഹെവൻലി കിങ്ങും അകത്തേക്ക് കടന്നു. 80 നിലയുള്ള സൺ ടവർ. ആ സൺ ടവറിന്റെ ഓരോ നിലയിലും ഗോഡ് ലെവൽ വാരിയേഴ്സ്. ആ ഗോഡ് ലെവൽ വാരിയേഴ്സിന്റെ പുറത്ത് ലെവി ഗാരിസന് തൊഴേണ്ടി വരുന്നില്ല. നോർത്തേൺ ഹെവൻലി കിങ് അവരെല്ലാം കൊന്നു അങ്ങനെ പോവുകയാണ്. ലെവി ഗാരിസൺ കൂളായി നടക്കുക. 83ാമത്തെ നിലയിൽ അവർ അവസാനം എത്തി. അവിടെയാണ് 6 അൾട്ടിമേറ്റ് ക്ലാസ് വാരിയേഴ്സ് ഉള്ളത്. അതിശക്തമായ ഒരു പ്രഭാവലയം തന്നെ ആ 6 പേർക്ക് ചുറ്റുമുണ്ട്. ലെവി ഗാരിസനോടായി നോർത്തേൺ ഹെവൻലി കിങ് പറഞ്ഞു, ഇവരെ ഞാൻ നോക്കിക്കൊള്ളാം. അൾട്ടിമേറ്റ് ക്ലാസ്സിലുള്ള 6 വാരിയേഴ്സിനെ ഒറ്റയ്ക്ക് നേരിടാനായി നോർത്തേൺ ഹെവൻലി കിങ്ങിനെ അവിടെ വിട്ടിട്ട് ലെവി ഗാരിസൺ അവസാനത്തെ നിലയിലേക്ക് കടന്നു. അവിടെ ലെവി ഗാരിസനെ പ്രതീക്ഷിച്ച് ടിനിച്ചി വാൻഡവയും കാവസാക്കി സാൻഡ്രിയുമുണ്ട്. ലെവി ഗാരിസന്റെ ശരീരം മുഴുവൻ രക്തമാണ്. ലെവി ഗാരിസന് ശരിക്കും പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് ആ രക്തം ടിനിച്ചി വാൻഡവയോട് വിളിച്ചു പറയുന്നുണ്ട്. ടിനിച്ചി വാൻഡവേ ശരിക്കും സന്തോഷത്തിലാണ്. ലെവി, നീ ഇവിടെ എത്തുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. നീ അതിശക്തനായ പോരാളിയാണെന്നുള്ള കാര്യം ഞാൻ വീണ്ടും സമ്മതിച്ചു തന്നിരിക്കുന്നു. ലെവി, അവസാനമായി നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. എങ്ങനെയാണ് നീ മരണത്തിന് തിരിച്ചു വന്നത്? ടിനിച്ചി വാൻഡവേ കാവസാക്കി സാൻഡ്രിയുമായി സൺ ടവറിന്റെ മുകളിൽ നിൽക്കുമ്പോഴൊക്കെ ടിനിച്ചി വാൻഡവയുടെ മനസ്സിലുണ്ടായിരുന്ന സംശയം അതാണ്. ഹാർബിഞ്ചർ ഓഫ് ഡെത്തിന്റെ മുന്നിൽ നിന്ന് ലെവി ഗാരിസൺ എങ്ങനെ രക്ഷപ്പെട്ടു? ശരിക്കും ശയ്യാവലംബനായി കിടക്കുകയായിരുന്നു ലെവി ഗാരിസൺ. അനങ്ങാൻ പറ്റാതെ തന്നെയാണ് ലെവി ഗാരിസൺ കിടന്നത്. അത് സകലരും നോക്കി ബോധ്യപ്പെട്ട കാര്യമാണ്. എന്നിട്ടും ലെവി എങ്ങനെ രക്ഷപ്പെട്ടു? ലെവി ടിനിച്ചിയോടായി പറഞ്ഞു, അതറിയാനുള്ള യോഗ്യത നിനക്കില്ല. നിന്നെ കൊല്ലാനാണ് ഞാനിവിടെ വന്നത്. പെട്ടെന്ന് കാവസാക്കി സാൻഡോ ലെവിക്ക് മുന്നിലേക്ക് വന്നു. ഏയ് ലെവി, ഞാനിവിടെ നിൽക്കപ്പെടണോ നീ ഇത് പറയുന്നത്? കാവസാക്കി സാൻഡോ, ദ ഗ്രാൻഡ് മാസ്റ്റർ, 40 കൊല്ലങ്ങൾക്ക് മുമ്പ് അനവധി രാജ്യങ്ങളെ വിറപ്പിച്ച അതേ ഗ്രാൻഡ് മാസ്റ്റർ.
ആ ഗ്രാൻഡ് മാസ്റ്ററാണ് ലെവി ഗാരിസന് മുമ്പിൽ നിൽക്കുന്നത്. കാവസാക്കി സാന്റോ അത് പറഞ്ഞിട്ട് ആ വാളങ്ങ് വലിച്ചൂരുകയാണ്. വലിച്ചൂരിയ വാള് ആകാശത്തിൽ ഒന്ന് കറക്കുകയാണ് കാവസാക്കി സാന്റോ ആദ്യം ചെയ്യുന്നത്. ഏറിനെ കീറി മുറിച്ചുകൊണ്ട് ആ വാള് ആകാശത്തേക്കൊന്ന് ഉയർന്നു താണതും വല്ലാത്തൊരു ശബ്ദവും കൂടെ ഒരു മിന്നലും ഉണ്ടാവുകയാണ്. റായ്സോണിയൻ തലസ്ഥാനത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇപ്പോൾ അത് കേൾക്കാം, അത് കാണുകയും ചെയ്യാം. ആകാശത്ത് പെട്ടെന്നൊരു മിന്നലും വല്ലാത്തൊരു ഇടിമുഴക്കും. കാവസാക്കി സാന്റോയുടെ ആ വാൾ വീശൽ ഒരു വല്ലാത്ത ചലനം തന്നെ ആ ടവറിന്റെ മുകളിൽ ഉണ്ടാക്കുകയാണ്. ടെനിച്ചി വാനബെ അറിയാതെ ഒത്തിരി ദൂരേക്ക് തെറിച്ചു പോവുകയാണ്. ലെവി ഗാരിസൺ കൂളായി അവിടെ നിൽപ്പുണ്ട്. ലെവി ഗാരിസൺ നോക്കിയിട്ട് കാവസാക്കി സാന്റോ പറഞ്ഞു, ഹേയ് ചെറുപ്പക്കാരാ, എന്റെ ഒരു വെട്ടിന് നീ തികയില്ല. അത് ലെവി അങ്ങ് ചിരിപ്പിച്ചു. ഓഹോ, അങ്ങനെയാണോ? ലെവിയുടെ ആ കൂസലില്ലായ്മ കാവസാക്കിയെ വളരെ ചൊടിപ്പിക്കുകയാണ്. കാവസാക്കി സാന്റോയുടെ ശരീരത്തിലേക്ക് 40 കൊല്ലം മുമ്പുള്ള അതേ ദേഷ്യം ഇരച്ചു കയറുകയാണ്. കാവസാക്കി സാന്റോയ്ക്ക് തൊട്ടു മുമ്പിൽ ലെവി ഗാരിസൺ. കാവസാക്കി സാന്റോ പെട്ടെന്നാണ് ആകാശത്തേക്ക് കുതിച്ചുയരുന്നത്. ആ ഭീകരമായ വാൾ ഉപയോഗിച്ച് ലെവി ഗാരിസൺ ഒറ്റ വെട്ടിൽ തീർക്കുക, അതാണ് കാവസാക്കിയുടെ ലക്ഷ്യം. ലെവി ഗാരിസൺ തല ലക്ഷ്യമാക്കിക്കൊണ്ട് ആകാശത്ത് നിന്ന് കാവസാക്കി സാന്റോയുടെ വാള് താഴോട്ട് കുതിക്കുകയാണ്. അതിവേഗതയിലാണ് ആ വാള് കടന്നുപോയത്. പെട്ടെന്ന് രക്തം ചീറിത്തെറിക്കുകയാണ്. ടെനിച്ചി വാനബയുടെ സന്തോഷം വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരത്തില്ല. അയാളുടെ ജന്മശത്രു എന്ന് വിളിക്കാവുന്ന ലെവി ഗാരിസൺ ഇതാ ഒറ്റ വെട്ടിൽ തീർന്നിരിക്കുന്നു. കാവസാക്കി വെട്ടിയ സ്പോട്ടിൽ നിന്ന് രക്തം ഇങ്ങനെ തെറിച്ചു ഉയരുകയാണ്. പെട്ടെന്നാണ് ടെനിച്ചി വാനബെ ആ കാര്യം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുന്നത്. ലെവി ഗാരിസൺ അവിടെ തന്നെ നിപ്പുണ്ട്. തൊട്ടുമുകളിൽ നിൽക്കുന്ന കാവസാക്കി സാന്റോയുടെ ആ പ്രാചീനമായ വാള് രണ്ടായി ഒടിഞ്ഞിരിക്കുന്നു. ഒടിഞ്ഞ വാളിന്റെ ബാക്കി എവിടെ? ആ ഒരു ചിന്തയാണ് പെട്ടെന്ന് ടെനിച്ചിക്ക് ഉണ്ടായത്. ടെനിച്ചി അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്ന ആ കാഴ്ച അപ്പോഴാണ് കാണുന്നത്. കാവസാക്കി സാന്റോയുടെ ഒടിഞ്ഞ വാളിന്റെ പകുതി കാവസാക്കിയുടെ തന്നെ നെഞ്ചു തുളച്ചു കയറിയിരിക്കുകയാണ്. മറുഭാഗത്തൂടി ആ വാള് വന്നിട്ടുണ്ട്. അമ്പരപ്പും അത്ഭുതവും ഇപ്പോ ടെനിച്ചിയേക്കാളും കാവസാക്കിയുടെ മുഖത്താണ് ഉള്ളത്. 40 കൊല്ലങ്ങൾക്ക് മുമ്പ് അനവധി രാജ്യങ്ങളിലെ അൾട്ടിമേറ്റ് ക്ലാസ് വാരിയേഴ്സിനെ നിർദാക്ഷിണ്യം കൊന്ന വ്യക്തിയാണ് കാവസാക്കി സാന്റോ. ആ കാവസാക്കി സാന്റോയുടെ നെഞ്ചിലൂടെയാണ് അയാളുടെ തന്നെ വാൾ തുളഞ്ഞു കയറിയിരിക്കുന്നത്. അമ്പരപ്പോടെ ലെവി ഗാരിസന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കാവസാക്കി സാന്റോ താഴോട്ട് വീഴുകയാണ്. ഒരു മല താഴോട്ട് വീണ ശബ്ദം, അതാണ് കാവസാക്കി സാന്റോ താഴോട്ട് വീണപ്പോ കേട്ടത്. അയാൾ താഴോട്ട് വീണപ്പോ അയാളുടെ നെഞ്ച് തുളച്ചു കയറിയിരിക്കുന്ന വാള് ആ തറയിലേക്ക് ഇടിച്ചു കയറുകയാണ്. കാവസാക്കി സാന്റോ തറയിൽ വീണിട്ട് ഒന്ന് ഞെരങ്ങി. അത് മാത്രമാണ് കാവസാക്കിയിൽ നിന്നുണ്ടായ ശബ്ദം. ഒരൊറ്റ വെട്ടിൽ ലെവി ഗാരിസനെ കൊല്ലാൻ ശ്രമിച്ച കാവസാക്കി സാന്റോ ആ വെട്ട് അവസാനിക്കും മുമ്പേ കൊല്ലപ്പെട്ടിരിക്കുന്നു. ടെനിച്ചി വാനബെ ലെവി ഗാരിസന് നേരെ നോക്കി. ലെവി ഗാരിസൺ ടെനിച്ചിയുടെ അടുത്തോട് നടന്നു വരികയാണ്. ടെനിച്ചി ലെവിയോട് പറഞ്ഞു, ഞാൻ തോൽവി സമ്മതിക്കുന്നു. ലെവി, എനിക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ലെവി ഗാരിസൺ അറിയാം ടെനിച്ചി എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന്. ടെനിച്ചി ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായ ഉത്തരം ലെവി ഗാരിസൺ കൊടുത്തു. എങ്ങനെയാണ് ലെവി ഗാരിസൺ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതെന്നാണ് കൃത്യമായി ടെനിച്ചി വാനബയ്ക്ക് അറിയേണ്ടിയിരുന്നത്. ലെവി അതിന്റെ ഉത്തരമാണ് കൊടുത്തത്. ടെനിച്ചിയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ലെവി പറഞ്ഞതിന് ശേഷം ലെവി ടെനിച്ചിയോട് ചോദിച്ചു, ടെനിച്ചി, ഒരു കാര്യം നീയും പറയണം. എങ്ങനെയാണ് ബ്ലക്കിംഗ് പാലസിലെ ആ രാജാവും അയാളുടെ പരിവാരങ്ങളും പുനർജീവിച്ചത്? അവരെ സ്വന്തം കൈകൊണ്ട് ലെവി ഗാരിസൺ കൊന്നതാണ്. ലെവി ഗാരിസൺ സ്വന്തം കൈയാൽ കൊന്ന ബ്ലക്കിംഗ് പാലസിലെ രാജാവിനെ അംഗങ്ങളെയും രണ്ടാമത്തെ യുദ്ധത്തിന്റെ അവസാനത്തിൽ ലെവി ഗാരിസൺ നേരിട്ട് കണ്ടിരുന്നു. ലെവി ഗാരിസൺ വീണ്ടും അവരെ കൊന്നു എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷെ എങ്ങനെ ആദ്യം മരിച്ച ആളുകൾ രണ്ടാമത് രംഗത്ത് വന്നു? ആ സംശയം ലെവിയുടെ മനസ്സിൽ ശക്തമായിട്ടുണ്ട്. എങ്ങനെയാ അത് സംഭവിച്ചത്? പെട്ടെന്നാണ് ടെനിച്ചിയുടെ കൈ പോക്കറ്റിൽ നിന്ന് വായിലേക്ക് വരുന്നത്. വായിലേക്ക് അയാൾ ഒരു ഗുളിക ഇട്ടതും കടിച്ചത് ഒരേ നിമിഷമാണ്. ഒരു പോയിസണാണ് അയാൾ കടിച്ചു പൊട്ടിച്ചത്. ലെവി ഗാരിസൺ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പേ പോയിസൺ ടെനിച്ചിയുടെ ശരീരത്തിലേക്ക് അടക്കുകയാണ്. ടെനിച്ചി ലെവിയോട് പറഞ്ഞു, ലെവി, അതുമാത്രം നീ അറിയില്ല. നീ ഒരു കാര്യം ഓർത്തു വെച്ചോ, ഈ ബുഷിഡോ പോരാളികൾ അവസാനിക്കില്ല, അവർ തിരിച്ചു വരും, നിന്നെ തീർക്കുക തന്നെ ചെയ്യും. ലെവി ഗാരിസൺ നോക്കി നിൽക്കേ ടെനിച്ചി അവസാനമായി ഒന്ന് പിടഞ്ഞു.
ടെനിച്ചി വാൻഡബെ എന്ന ആ മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റ് റായ്സോണിയിലെ ഏറ്റവും പൊക്കമുള്ള ആ കെട്ടിടത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്തായി അവിടെ അവസാനിക്കുകയാണ്. ലെവി ഗാരിസൺ നിർനിമേഷനായി ടെനിച്ചി വാൻഡബെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഈ സമയത്താണ് നോർത്തേൺ ഹെവനിലേക്ക് മുകളിലേക്ക് കടന്നു വരുന്നത്. 6 അൾട്ടിമേറ്റ് വാരിയേഴ്സിനെയും കൊന്നിട്ടാണ് നോർത്തേൺ ഹെവനിലേക്ക് മുകളിലേക്ക് വന്നത്. ടെനിച്ചി വാൻഡബെയും കാവസാക്കി സാൻഡയും അവിടെ കൊല്ലപ്പെട്ട് കിടക്കുന്നത് നോർത്തേൺ ഹെവനിലേക്ക് കണ്ടു. നോർത്തേൺ ഹെവനിലേക്ക് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ലെവി പറഞ്ഞു, നമുക്കിനി നമുക്ക് വേണ്ടി ജീവൻ ബലികഴിച്ച ആ നമ്മുടെ സുഹൃത്തുക്കൾക്ക് സ്മാരകം നിർമ്മിക്കണം. കഥയുടെ ഈ ഭാഗം ഞാനോട് അവസാനിപ്പിക്കുകയാണ്. ലെവി ഗാരിസന് തിരിച്ചുവരവിന്റെ കഥ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. ഇതുവരെ കഥ സദാപൂർവം കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു.